ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ഗേറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം പ്രോസസ്സ്. ഈ റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന നോയ്സ് അനാലിസിസിന് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു സെക്ഷനാണ്. അതിൽ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പറയുന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഗേറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ RxTOW of a wide sense stationary random process x of t is shown in figure and the average power of x of t is. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൈഡ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടിയുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഈ തന്നിരിക്കുന്ന പ്രകാരമാണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് പവർ ഓഫ് എക്സ് ഓഫ് ടി ഈസ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളോട് ഒരു ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ തന്നിട്ട് നമ്മളോട് ആവറേജ് പവർ ചോദിച്ചിരിക്കുന്നെങ്കിൽ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനും ആവറേജ് പവറും നമ്മൾ എന്തെങ്കിലും റിലേഷൻ കാണണം, അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ആക്ച്വലി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരു റാൻഡം പ്രോസസ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ റാൻഡം പ്രോസസ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈം ഇൻസ്റ്റൻസിൽ സാമ്പിൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇപ്പം ഇങ്ങനെ ഒരു എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു റാൻഡം പ്രോസസ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഈ റാൻഡം പ്രോസസ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈം ഇൻസ്റ്റൻസിൽ സാമ്പിൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് ടൈം ഇൻസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നു, T1ഉം T2. ഈ രണ്ട് ടൈം ഇൻസ്റ്റൻസിൽ നമ്മളതിനെ സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. ദീസ് വാല്യൂസ് ആർ ആക്ച്വലി ദ വാല്യൂ ഓഫ് റാൻഡം വേരിയബിൾസ് അറ്റ് ഡിഫറെൻറ്റ് ടൈം ഇൻസ്റ്റൻസ് T1 ആൻഡ് T2. അപ്പോൾ നമ്മൾ ഈ രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെ തമ്മിലുള്ള കോറിലേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കോറിലേഷൻ ഈസ് കോൾഡ് ആസ് ഓട്ടോ കോറിലേഷൻ. എന്തുകൊണ്ടാണ് കോറിലേഷനെ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരേ റാൻഡം പ്രോസസ്സിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസിലുള്ള റാൻഡം വേരിയബിൾസിനെയാണ്. അതുകൊണ്ടാണ് ദാറ്റ് കോറിലേഷൻ ഈസ് കോൾഡ് ആസ് ഓട്ടോ കോറിലേഷൻ. അപ്പോൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനെ നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറ് R എന്ന് വെച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ദ ഓട്ടോ കോറിലേഷൻ ഓഫ് റാൻഡം പ്രോസസ് എക്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈം ഇൻസ്റ്റൻസ് T1 ആൻഡ് T2. ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനെ ആക്ച്വലി നമ്മൾ മെൻഷൻ ചെയ്യാറ്. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2. So this is the standard definition of autocorrelation function. അപ്പോൾ നമ്മുടെ റാൻഡം പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം there are different type of random process. ഈ റാൻഡം പ്രോസസ് സ്റ്റേഷനറി ആവാം, വൈഡ് സെൻസ് സ്റ്റേഷനറി ആവാം. അപ്പോൾ ഓരോ റാൻഡം പ്രോസസ്സിനും അനുസരിച്ച് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന് ഓരോ പ്രത്യേകതകളുണ്ട്. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു വൈഡ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ്സ് ആണെങ്കിൽ, അതായത് നമ്മൾ ആ റാൻഡം പ്രോസസ്സിൻ്റെ എക്സ്പെക്ടേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ദ എക്സ്പെക്ടേഷൻ of random process x of t is a constant or independent of time ആണെങ്കിൽ, രണ്ടാമതൊരു കണ്ടീഷനും കൂടിയുണ്ട്. ഇഫ് വി ആർ ഫൈൻഡിങ് ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് ദാറ്റ് റാൻഡം പ്രോസസ്സസ് അറ്റ് ടു ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസസ് T1 and T2, if the autocorrelation function purely depends on tau, where tau is the difference in time between T1 and T2, then the random process is called as wide sense stationary random process. അതായത് റാൻഡം പ്രോസസ്സിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ റാൻഡം പ്രോസസ്സിൻ്റെ എക്സ്പെക്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആണ് തരുന്നതെങ്കിൽ, അതേ റാൻഡം പ്രോസസ്സിൻ്റെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് ആ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ T1നെയും T2നെയും ഡിപ്പെൻഡ് ചെയ്യാതെ T1നെയും T2ൻ്റെയും ഡിഫറൻസിനെ മാത്രം, അതായത് ടോയിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള റാൻഡം പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, വൈഡ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വൈഡ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ്സ് ആണ്. ആ റാൻഡം പ്രോസസ്സിന്റെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്ക് T1 T2 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി, RxTOW എന്ന് എഴുതിയാൽ മതി. ബിക്കോസ് ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ പ്രകാരം വാട്ട് വിൽ ബി RxTOW എന്ന് പറയുന്നത് എന്തായിരിക്കും? RxTOW ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ഓർ മൈനസ് ടോ. സോ RxTOW എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ടു റാൻഡം വേരിയബിൾസ് ഓഫ് റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി സാമ്പിൾഡ് അറ്റ് ടി
ആൻഡ് ടി പ്ലസ് ഓർ മൈനസ് ടോ. ടിയിലും ടി പ്ലസ് ടോ അല്ലെങ്കിൽ ടി മൈനസ് ടോയിലും ഉള്ള രണ്ട് സാമ്പിൾസിന്റെ കോറിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു വൈഡ്സൺ സ്റ്റേഷനറിയുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഇവിടെ ഗ്രാഫിക്കലായിട്ട് തന്നിട്ടുണ്ട്. ആവറേജ് പവർ എത്രയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഇഫ് ഇൻ ദിസ് എക്സ്പ്രഷൻ ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ടോ ഈക്വൽ ടു 0, ടോ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് Rx of 0 അല്ലെ. Rx of ടോ എന്നുള്ളതിന് ടോയ്ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, Rx of 0. സോ Rx of 0 is equal to expectation of x of t into, ഇവിടെ ടോയിന്റെ വാല്യൂ 0 ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, x of t പ്ലസ് ഓർ മൈനസ് ടോ എന്നുള്ളത് x of t തന്നെ കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി മീൻ ആണെന്ന് നമുക്കറിയാം. വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് മീൻ സ്ക്വയർ വാല്യൂ അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് മീൻ വാല്യൂ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി എന്ന് പറയുന്നത് മീൻ സ്ക്വയർ വാല്യൂ ആണ്. ദിസ് മീൻ സ്ക്വയർ വാല്യൂ ഗിവ്സ് ദ ഡയറക്റ്റ് ഇൻഡിക്കേഷൻ ഓഫ് പവർ അസോസിയേറ്റഡ് വിത്ത് റാൻഡം പ്രോസസ്. അപ്പോൾ നമ്മൾ ഒരു ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ടോ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലുള്ള വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, വി വിൽ ഗെറ്റ് ദ മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ദാറ്റ് റാൻഡം പ്രോസസ് ഓർ ദ പവർ ഓഫ് ദ റാൻഡം പ്രോസസ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് എന്ത് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, നമ്മളോട് പവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ, ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ടോ ഈക്വൽ ടു 0 ഇൻസ്റ്റന്റിലുള്ള വാല്യൂ എന്താണെന്നുള്ള ചെക്ക് ചെയ്യുക. നോക്കിയേ, ടോ ഈക്വൽ ടു 0 ഇൻസ്റ്റന്റിലുള്ള വാല്യൂ എത്രയാണ് കിട്ടുന്നത്, this is 2. So the power of x of t is 2. That is the direct calculation. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ വർക്ക്ഔട്ട് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. ഡയറക്റ്റ് ആയിട്ട് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ നോക്കുക, ആ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ 0യിലുള്ള വാല്യൂ ചെക്ക് ചെയ്യുക. ആ വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് തരുന്നത്, ഡയറക്ട്ലി ഇറ്റ് ഈസ് ഗിവിംഗ് ദ പവർ റിലേറ്റഡ് വിത്ത് ദ റാൻഡം പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ പ്രോപ്പർട്ടീസും ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദാറ്റ് ഈസ് ഇഫ് ആർ ഓഫ് ടോ ഈസ് ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് എ റിയൽ വൈഡ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ്, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, അപ്പോൾ കുറച്ച് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ കുറച്ച് റിലേഷൻസ് തന്നിട്ടുണ്ട്. ആ റിലേഷൻസിൽ ഏതാണ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ഒന്ന് നോക്കിയേ, ആർ ഓഫ് ടോ ഈസ് ഈക്വൽ ടു ആർ ഓഫ് മൈനസ് ടോ. ആർ ഓഫ് ടോ ഈസ് ഈക്വൽ ടു ആർ ഓഫ് മൈനസ് ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ദ ഈവൺ പ്രോപ്പർട്ടി ഓഫ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഈവൺ ഫംഗ്ഷൻ. സോ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഈസ് ഈവൺ ഫംഗ്ഷൻ. അപ്പോൾ ഈവൺ ഫംഗ്ഷൻ ആണ് എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, ആർ ഓഫ് ടോ ഈസ് ഈക്വൽ ടു ആർ ഓഫ് മൈനസ് ടോ. ഓക്കെ, അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആണ് എന്ന് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ഓർ മൈനസ് ടോ. അപ്പോൾ ഇതിൽ ഈ റാൻഡം വേരിയബിൾസിന്റെ ഓർഡേഴ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന് വ്യത്യാസം ഉണ്ടാവില്ല. ദാറ്റ് ഈസ് വൈ വി ആർ സേയിങ് ദാറ്റ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഇസ് എൻ ഈവൻ ഫംഗ്ഷൻ. സോ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഒന്ന് നോക്കിയേ, ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ മാഗ്നിറ്റ്യൂഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ഓഫ് 0. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതായത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഈസ് represented as expectation of x of t into x of t minus tau. If we are substituting tau equal to 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി ആണ് ആക്ച്വലി കിട്ടുക. അപ്പോൾ ടോ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് അതിന്റെ മീനിങ്, നമ്മളൊരു റാൻഡം പ്രോസസ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ റാൻഡം പ്രോസസ്സിൽ നമ്മൾ 2 ടൈം ഇൻസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നു. ആ ടൈം ഇൻസ്റ്റൻസ് തമ്മിലുള്ള ഡിഫറൻസ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ഒരേ ടൈം ഇൻസ്റ്റന്റ് തന്നെ ആയിരിക്കില്ലേ. ഒരേ ടൈം ഇൻസ്റ്റൻസിൽ ചെക്ക് ചെയ്യുന്ന 2 റാൻഡം വേരിയബിൾസിനെ കോറിലേറ്റ് ചെയ്താൽ അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ കോറിലേഷൻ ഉണ്ടാവുക അല്ലേ.
ഒരേ റാൻഡം വേരിയബിൾസിനെ തന്നെ ഒരേ ടൈം ഇൻസ്റ്റൻസിൽ സാമ്പിൾ ചെയ്യുന്ന റാൻഡം വേരിയബിൾസിനെ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ മാക്സിമം അത് റിലേറ്റ് ചെയ്തിരിക്കും. നേരെ മറിച്ച് ഡിഫറെൻറ്റ് ടൈം ഇൻസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നതിനനുസരിച്ച് ആ റാൻഡം വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ കുറഞ്ഞിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ കോറിലേഷൻ ഉണ്ടാവുന്ന ഇൻസ്റ്റന്റ് ഏതായിരിക്കും? ടോ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ RX ടോയിന്റെ വാല്യൂ നമ്മൾ ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും will be always less than or equal to RX0, or RX0 is called as the maximum value of autocorrelation function. അപ്പോൾ RX ടോ ഏത് ടോയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോ ഈക്വൽ ടു 0യിലുള്ള വാല്യൂവിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും. So that is the second property. തേർഡ് ആയിട്ട് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് R of tau is equal to minus R of minus tau എന്നാണ്. അപ്പോൾ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദിസ് ഷോസ് എ ഓഡ് ക്യാരക്ടർ അല്ലേ? ഓൾറെഡി നമ്മൾ പറഞ്ഞു ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഈസ് എൻ ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതൊരിക്കലും ഓഡ് ഫംഗ്ഷൻ ആയിരിക്കില്ലല്ലോ. സോ ദിസ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്ക് നോക്കാം. The mean square value of the process is R of 0. Already നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തു. The mean square value is R of 0. So this statement is also true. So these are the basic properties of autocorrelation function. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിരിക്കുന്നത് നമ്മളെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ടൈം ഡൊമൈൻ ഫംഗ്ഷൻ ആണല്ലോ. ഈ ടൈം ഡൊമൈൻ ഫംഗ്ഷൻ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫ്രീക്വൻസി റെപ്രസെന്റേഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേഷനറി റാൻഡം പ്രോസസ് ഈസ് എ സിങ്ക് സ്ക്വയർഡ് ഫംഗ്ഷൻ ഓഫ് ഫ്രീക്വൻസി ദെൻ ദ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓട്ടോ കോറിലേഷൻ ഈസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഒരു ടൈം ഡൊമൈനിൽ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഫ്രീക്വൻസി റെപ്രസെന്റേഷൻ ആണ് എന്ത്? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആക്ച്വലി തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ദ പവേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ്. അപ്പോൾ ചില ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻസ് ഉണ്ടാവും, ചില ടിപ്പിക്കൽ സ്റ്റാൻഡേർഡ് ഷേപ്പിലുള്ള ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഉണ്ടാവും. അതിനൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പവർ സ്പെക്ട്രൽ ഡെൻസിറ്റീസും ഉണ്ടാവും. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതോ ഒരു ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എടുത്തപ്പോൾ നമുക്ക് കിട്ടുന്നത് സിങ്ക് സ്ക്വയർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സിങ്ക് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ഏത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ ആയിരിക്കും സിങ്ക് സ്ക്വയർ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെക്ട് ഫംഗ്ഷൻ ആണ്, റെക്ടാങ്കുലർ ഫംഗ്ഷൻ. ഒരു റെക്ടാങ്കുലർ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് ആക്ച്വലി വി വിൽ ഗെറ്റ് എ ഷേപ്പ് ലൈക്ക് ദിസ് ദാറ്റ് ഈസ് കോൾഡ് ആസ് സിങ്ക് ഫംഗ്ഷൻ. അപ്പോൾ ഇത് ഈ റെക്ടാങ്കുലർ ഫംഗ്ഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് -w/w ആൻഡ് മാഗ്നിറ്റ്യൂഡ് 1/w ആണെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ എങ്ങനെ എഴുതുക? സിങ്ക് ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതുക. ആ സിങ്ക് ഫംഗ്ഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ റെക്ടാങ്കുലർ ഫംഗ്ഷന്റെ ഏരിയ ആയിരിക്കും. ദാറ്റ് ഈസ് 2w into 1/w, ദാറ്റ് ഈസ് 2 into സിങ്ക്. ഇതിന്റെ വിഡ്ത്ത് എത്രയാണോ ദാറ്റ് ഈസ് 2w into ഏത് വേരിയബിളിലാണോ എക്സ്പ്രസ് ചെയ്യുന്നത് ആ വേരിയബിൾ, അതായിരിക്കും എന്ത്? അതിന്റെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സൈൻ അല്ല, സിങ്ക്. ഓക്കെ, സോറി, അതിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റെക്ടാങ്കിൾ തന്നു കഴിഞ്ഞാൽ സിങ്ക് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? സിങ്ക് സ്ക്വയർ ആണ്. സിങ്ക് സ്ക്വയർ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? രണ്ട് സിങ്കിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സിങ്ക് സ്ക്വയർ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഫ്രീക്വൻസി ഡൊമൈനിൽ രണ്ട് സിങ്കിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫ്രീക്വൻസി ഡൊമൈനിൽ രണ്ട് സിങ്കിനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ടൈം ഡൊമൈനിൽ എന്തായിരിക്കും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺവല്യൂഷൻ നടന്നിട്ടുണ്ടാവണം അല്ലെ? ടൈം ഡൊമൈനിൽ കൺവല്യൂഷൻ ആണെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി ഡൊമൈനിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ടൈം ഡൊമൈനിൽ കൺവല്യൂഷൻ നടന്നിട്ടുണ്ടാവും. ഏതിൻ്റെയൊക്കെ കൺവല്യൂഷനാണ് നടന്നിട്ടുണ്ടാവുക? സിങ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ കൺവല്യൂഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ശരിക്കും ടൈം ഡൊമൈനിൽ എന്താ ഉണ്ടാവുക? രണ്ട് റെക്ടാങ്കിൾ സിഗ്നലിന്റെ കൺവല്യൂഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. സെയിം വിഡ്ത്തുള്ള രണ്ട് റെക്ടാങ്കിൾ സിഗ്നലിന് കൺവല്യൂഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് എ ട്രയാങ്കിൾ സിഗ്നൽ. Okay, triangular signal ആയിരിക്കും കിട്ടുക. So here for a single square function of frequency the autocorrelation function will be triangular signal. Okay, so
ഇതാണ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഫ്രീക്വൻസി ഡൊമൈനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.